أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറത്തുൽ അംബിയയിലെ 46 ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അതിന് ശേഷമുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 46-ാമത്തെയും അതിന് തൊട്ടു മുമ്പുള്ള 45-ാമത്തെയും ആയത്തുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അത് ഏത് പ്രവാചകനായിരുന്നാലും അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുക. അതേപോലെ തന്നെ ആ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുന്ന ആളുകൾ, അവർക്കൊരിക്കലും ആ മുന്നറിയിപ്പ് ഫലം ചെയ്യുകയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വല്ല ചെറിയൊരു ശിക്ഷ അവർക്ക് വന്നാൽ പോലും അത് സഹിക്കാൻ കഴിയാതെ തങ്ങളുടെ നാശമേ എന്ന് വിളിച്ചു പറയുന്ന അവസ്ഥ അവർക്കുണ്ടാകും. ഇതാണ് കഴിഞ്ഞ ആയത്തിൽ വിശദീകരിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وإن كان مثقال حبة من خردل أتينا بها وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين وكفى بنا حاسبين ولقد آتينا موسى وهارون الفرقان وضياء وذكرا للمتقين ولقد آتينا موسى وهارون الفرقان وضياء وذكرا للمتقين ونضع الموازين ونضع صاد ضاد ونضع ضاد ഉച്ചരിക്കണം. ونضع الموازين القسط നിർത്താണെങ്കിൽ അൽ ഖിസ്ത് എന്ന് പറഞ്ഞ് നിർത്തണം. ത്വ ആണ്, ഖിസ്ത് അല്ല, ത്വ. ونضع الموازين القسط قسط ليوم القيامة അവിടെ നിർത്താണെങ്കിൽ യൗമൽ ഖിയാമ, നിർത്താതെ ഓതാണെങ്കിൽ
ലിയൗമിൽ ഖിയാമത്തി ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅ. അവിടെ നഫ്സുൻ എന്നുള്ളിടത്ത് തൻവീനെ കുറിച്ച് മണിച്ചിട്ടാണ് തോന്നുന്നുണ്ട്. നഫ്സുൻ ഷൈഅ അവിടെ നിർത്തുക. ഇനി കൂട്ടി ഓതാണെങ്കിൽ നഫ്സുൻ ഷൈഅൻ വഇൻ. കൂട്ടാതെ ഓതാണെങ്കിൽ നഫ്സുൻ ഷൈഅ. പിന്നെ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ. അവിടെ മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഹബ്ബത്തിൻ അവിടെ ആ തൻവീനെ മണിക്കണം. ഹബ്ബത്തിൻ പിന്നെ നൂന് സാക്കിനത്താൻ മിൻ ഖർദലിൻ. മിൻ ഖർദലിൻ ഓതാൻ പാടില്ല. ഹബ്ബത്തിൻ മിൻ ഖർദലിൻ എന്നല്ല ഓതാ. ഹബ്ബത്തിൻ മിൻ ഖർദലിൻ. ഖർദലിൻ രണ്ട് സ്ഥലത്ത് ഇദ്ഹാർ വേണം. ഹബ്ബത്തിൻ അവിടെ മണിച്ചോദണം. പിന്നെ മിൻ ഖർദലിൻ അവിടെ മിൻ എന്നുള്ള നൂന് സാക്കിനത്തിന് ഇദ്ഹാർ ചെയ്യണം. ഖർദലിൻ എന്ന തൻവീനെയും ഇദ്ഹാർ ചെയ്യണം. ഇദ്ഹാർ ചെയ്യുന്നവരെ വെളിവാക്കി ഓതാ. അപ്പോൾ മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ. മിൻ ഖർദലിൻ അതൈനാ ബിഹാ. കാരണം ഒരു സ്ഥലത്ത് ഖ ആണ്, മറ്റേ സ്ഥലത്ത് ഹംസയാണ്. രണ്ടും ഇദ്ഹാറിന്റെ അക്ഷരങ്ങളാണ്. അപ്പൊ മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ അവിടെ നിർത്തലാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ പറഞ്ഞു വകഫാ ബിനാ ഹാസിബീൻ. അവിടെ ഹാസിബീൻ എന്നുള്ള അവിടെ അങ്ങോട്ട് നിർത്താം. കുറച്ച് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. പിന്നെ വലഖദ് ദാലിന് സുക്കൂനാണ്. വലഖദ് എന്ന നദ് എന്നെ വെളിവാക്കി ഓതണം. വലഖദ് ആതൈനാ മൂസ ഹാറൂനൽ ഫുർഖാൻ. ഫുർഖാൻ നിർത്താണെങ്കിൽ ഫൽ ഫുർഖാൻ. നിർത്താതെ വേണമെങ്കിൽ ഹാറൂനൽ ഫുർഖാന വദിയാ. അവിടെ ആറോളം അക്ഷരത്തിന്റെ മദ് വരണം. കാഫിന് സുക്കൂനാണ്. എന്നുള്ള ഉച്ചാരണമുണ്ട്. അപ്പോൾ അവിടെ തൻവീന് മണിക്കാനൊന്നും പാടില്ല. വദിക്റൻ ലിൽ മുത്തഖീൻ ഓതരുത്. വദിക്റൻ ലിൽ മുത്തഖീൻ അല്ല, വദിക്റൻ ലിൽ മുത്തഖീൻ. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു ചെറിയ ശിക്ഷ ഈ ആളുകൾക്ക് വന്നാൽ ആ ശിക്ഷ പോലും എന്ത് ചെയ്യാൻ കഴിയില്ല, അവർക്ക് തടുക്കാനും കഴിയില്ല, സഹിക്കാനും കഴിയില്ല. അതുകൊണ്ട് യാ വൈലന എന്നവർ എന്ത് ചെയ്യും, വിളിച്ചു പറയും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ വെച്ചു എന്നർത്ഥം. നളഉ എന്ന് പറഞ്ഞാൽ നാം വെക്കുന്നതാണ്. നാം വെക്കുന്നതാണ്. എവിടെ? പരലോകത്ത്. അൽ മവാസീൻ, മീസാനുകളെ. മീസാൻ എന്ന് പറഞ്ഞാ തുലാസ്. അപ്പൊ ഇത് പരലോക വിശ്വാസവുമായി കൊണ്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അള്ളാഹുവിന്റെ പരലോകത്ത് അവന്റെ അമലുകളും കാര്യങ്ങളൊക്കെ തൂക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മീസാനിനെ സംവിധാനിക്കും. തുലാസ്. ഇപ്പൊ തുലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ തുലാസുമായിക്കൊണ്ടോ മീസാനുമായിക്കൊണ്ടോ അതിന് യാതൊരു ബന്ധവും ഇല്ല. നമ്മുടെ നാട്ടിൽ തുലാസും എല്ലാത്തിനും കൃത്രിമം കാണിക്കാം. അള്ളാഹിന്റെ തുലാസ് അതാണ്. അൽ മവാസീൻ അൽ ഖിസ്ത്. ഖിസ്ത് എന്ന് പറഞ്ഞാൽ നീതി. നീതിയുക്തമായ മീസാനുകളാണ് അവിടെ ഉണ്ടാകുക. അപ്പോ ഇത് പരലോകത്തുള്ള വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അഥവാ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മീസാൻ ഉണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തേത് മീസാനുമായി കൊണ്ട് ബന്ധപ്പെട്ട് നമ്മൾ വിശ്വസിക്കേണ്ടത് വെച്ചാൽ, ഒന്ന്, ആ മീസാൻ രണ്ട് കഫത്ത് ഉണ്ടാവും. കഫത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഭാഗം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പണ്ടത്തെ തുലാസ് ഉണ്ടല്ലോ,
ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ കണ്ടോളെന്ന് അറിയില്ല. പണ്ടത്തെ തുലാസ് എന്ന് പറഞ്ഞാൽ കട്ടി വെച്ചിട്ടുള്ള തുലാസ്. അതുപോലല്ല പരലോകത്തുണ്ടാക്കുക. പക്ഷെ പരലോകത്ത് തുലാസിന് 2 കഫത്തുണ്ട് എന്ന ഹദീസിലുണ്ട്. അതായത് 2 ഭാഗം ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ, അള്ളാഹിന്റെ മീസാനാണല്ലോ. ആ മീസാനിലൊന്നും ഉണ്ടാവില്ല, ഒരിക്കലും അനീതി ഉണ്ടാവില്ല. പിന്നെ ഈ മീസാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സംഗതികൾ തൂക്കണം. അതിലൊന്ന് തൂക്കുന്നത് എന്താണ്? ഒന്നാമത്തത് 3 കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് തൂക്കുക. 3 കാര്യങ്ങൾ ഈ മീസാനിൽ തൂക്കി നോക്കും. ഒന്ന് അവന്റെ അമലുകൾ. ഒന്നാമത്തെ തൂക്കം എന്താണ്? അവന്റെ അമലുകൾ തൂക്കും. അപ്പൊ നമ്മുടെ നിസ്കാരം, നോമ്പ്, ദിക്ർ, ദുആ, ഖുർആൻ ഓതുന്നതിനൊക്കെ വെയിറ്റ് ഉണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. മിസ്ഖാൽ മാന അതിന്റെ അർത്ഥം എന്താണ്? തൂക്കം, സഖല്. അപ്പൊ ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ ആ നന്മ അവന് കാണും. അപ്പൊ ആ നന്മക്ക് എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. നന്മക്ക് എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. അപ്പൊ നിസ്കാരം ഖുശൂ കൂടുന്തോറും വെയിറ്റ് കൂടും. ഒരു മനുഷ്യന്റെ ഇബാദത്ത് എത്രമാത്രം തഖ്വയുള്ളതാകുന്നുവോ അത്രമാത്രം അതിന്റെ വെയിറ്റ് കൂടും. മനസ്സിലായില്ലേ? അപ്പൊ നിസ്കാരം തൂക്കും. അതുപോലെ തന്നെ പിന്നെ അവന്റെ എന്ത് അമലു സാലിഹാത്തുകളാണെങ്കിലും അവന്റെ നിയത്തുകളടക്കം അവിടെ തൂക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പൊ നിസ്കാരം ഇപ്പൊ എങ്ങനെ തൂക്കുക? നിസ്കാരം എങ്ങനെ തൂക്കുക? നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ മലയാളത്തിൽ പറഞ്ഞ ഒരു മൂർത്ത, അതായത് ഒരു അറളല്ലല്ലോ എന്ന് പറഞ്ഞ ഒരു വസ്തു അല്ലല്ലോ. നിസ്കാരം എന്ന് പറഞ്ഞ വസ്തുവാണോ? നമ്മളെ നാട്ടില് ഇപ്പൊ എന്താ വെച്ചാൽ ഇച്ചിരി അരക്കിലും കാറ്റ് തൂക്കിക്കാറ് ആരെങ്കിലും ഇല്ലല്ലോ. അത് കാറ്റ് തൂക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ കാണാത്തൊരു വസ്തുവാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. കാണാത്ത വസ്തു മീൻസ് അതായത് അത് നമുക്കൊരു തൂക്കാൻ കഴിയാത്ത വസ്തുവാണ്. അതേ സമയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അതും തൂക്കാൻ കഴിയുന്നതാണ് അള്ളാഹിന്റെ മീസാൻ. മനസ്സിലല്ലേ? അപ്പൊ നമ്മുടെ മീസാനിൽ ഭാരമുള്ളത് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അല്ലെങ്കിൽ കാണുന്ന വസ്തു തൂക്കാൻ കഴിയുള്ളൂ. അതേ സമയത്ത് അള്ളാഹുവിന്റെ മീസാനിൽ എന്തല്ല, നമ്മുടെ ഇബാദത്തുകളാണ് ഒന്നാമത് എന്ത് ചെയ്യുക? തൂക്കുക. ഇപ്പൊ നിസ്കാരം തൂക്കും, അതുപോലെ തന്നെ നോമ്പ്, എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ തൂക്കും. രണ്ടാമത് അള്ളാഹു തൂക്കുന്ന എന്താണ്? അവന്റെ കിതാബ. അതായത് ഒരു മനുഷ്യന്റെ അവന്റെ നന്മകളും തിന്മകളും എഴുതിയ ഏടുകളും അള്ളാഹു എന്ത് ചെയ്യും? പരലോകത്ത് തൂക്കും. മനസ്സിലായില്ലേ? ഇല്ല, അതായത് അമലുകൾ അള്ളാഹു, നിസ്കാരം വേറെ തൂക്കും. ഈ അമലുകൾ മൊത്തത്തിൽ എഴുതിയിട്ടുള്ള ഏടുകൾ അള്ളാഹു തൂക്കും. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞ അവസാനം പറഞ്ഞുതരാം, ഇതെന്തിനാ തൂക്കണം. മൂന്നാമത്തെ രണ്ടാമത് അവന്റെ കിതാബുകൾ എന്ത് ചെയ്ത് തൂക്കി. അതായത് അവന്റെ നന്മയുടെ ഏടുകൾ, അതാണ് പിന്നെ ആരുടെ നന്മയുടെ ഏടുകൾ കനം തൂങ്ങിയോ അവന് പിന്നെ നന്മയുണ്ടെന്നുള്ള പറഞ്ഞേ. അതേപോലെ തന്നെ വമൻ സഖലത് മവാസീനുഹു, മീസാനുകൾ കരം തൂങ്ങുക, അവന്റെ അമലുകൾ തൂങ്ങും. അതുപോലെ തന്നെ അവന്റെ ഏടുകൾ തൂങ്ങും. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തത് അതായത് ആ മനുഷ്യനെ തന്നെ തൂക്കും. അതുകൊണ്ട് ആ മനുഷ്യനെ തന്നെ, നമ്മളെ തന്നെ അത് തൂക്കും. അപ്പൊ നല്ല ചിക്കൻ മന്തിയൊക്കെ നിന്ന് നല്ല തടിച്ചു പോയിട്ട് അതൊന്നും കാര്യമില്ല. സൂറത്ത് കഹ്ഫിന്റെ അവസാനത്തിലുണ്ടല്ലോ, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. നമ്മളെ കൂതനാറ്റല്ലേ, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. കാഫറുകളായ ആളുകൾക്ക് പരലോകത്ത് നാം ഒരു ഭാരവും ഉണ്ടാക്കുകയില്ല. ആ 3 കാര്യങ്ങൾ തൂക്കും. അപ്പോ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, ഒരു കാഫിറായ മനുഷ്യനെ, തടിച്ചു കൊഴുത്ത മനുഷ്യനെ അള്ളാഹു കൊണ്ടുവരും. പക്ഷെ അവൻ മീസാനിലേക്ക് കയറ്റി നിർത്തുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ജനാഹ ബഊദത്ത്, ഒരു കൊതുവിന്റെ ചിറകിന്റെ ഭാരം പോലും ഉണ്ടാവില്ല. അവൻ എത്ര തടിമാടനായിട്ട് കാര്യമില്ല. അതാണ് ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി
വസ്ന. ഖിയാമത്ത് നാളിൽ നാം അവർക്കൊരു ഭാരവും ഉണ്ടാക്കുകയില്ല. അതപ്പോ മീസാനിലിട്ടോ. അതേ സമയത്ത് ഒരു വിശ്വാസിയായ മനുഷ്യൻ, നഹീഫായ, ദുർബലനായ, മെലിഞ്ഞൊട്ടിയ വിശ്വാസിയായ മനുഷ്യൻ അവർ മീസാനിലേക്ക് കയറ്റി വെക്കുമ്പോൾ ഉഹദ് മലയേക്കാളും അവന് ഭാരമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ അത് ഭൗതികമായ ഓന്റെ മസിൽ കൊണ്ടും എൻ്റെ എല്ലിൻ്റെയും എടുക്കല്ലാണ്, ഓന്റെ അമല് കൊണ്ടുള്ള ഭാരാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എന്തിനാ ഇപ്പൊ തൂക്കുന്നത്? അള്ളാഹ്ക്ക് നേരത്തെ വേഗത്ത് കണ്ടാക്കിയ പോലെ ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ തൂക്കി അളന്ന് ഒന്ന് ഓനെ തൂക്കി, ഓന്റെ കിതാബ് തൂക്കി, ഓന്റെ അമല് തൂക്കി, ഇതൊക്കെ പാട് തൂക്കണം എന്തിനാ? അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ, അതാണ് അൽ മവാസിനുൽ ഖിസ്ത് എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല കോടതിയിൽ നീതിയാണ് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നരകത്തേക്ക് പോവുകയാണ്, നഊദു ബില്ലാഹ്. ആ നരകത്തിൽ പോണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചോദിക്കും, ഞാൻ ഇപ്പൊ എന്തിനാ നരകത്തേക്ക് പോകണം എന്ത് ചെയ്യേണ്ടി വരില്ല, അയാൾക്ക് ചോദിക്കേണ്ടി വരില്ല. ഓനിങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതാ നോക്കിക്കോ, എൻ്റെ ഏടെ തൂക്കണ്, എന്നെ തന്നെ തൂക്കണ്, എൻ്റെ തുലാസ് ഓൻ്റെ അമല് തൂക്കണ്, ഓൻ്റെ നിസ്കാരം തൂക്കണ്, എല്ലാം തൂക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ച സംവിധാനമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഹിസാബിന്റെ ആവശ്യമുണ്ടോ? ഹിസാബിന്റെ ആവശ്യമുണ്ടോ? ഹിസാബുണ്ടല്ലോ. അള്ളാഹ്ക്ക് അറിയില്ല ആരാ സ്വർഗത്തിൽ നരകത്തിക്കുന്നു, മരിക്കുമ്പോൾ തന്നെ അറിയില്ല. ഓനെ ഡയറക്റ്റ് സ്വർഗത്തിൽ ഉണ്ടാക്കിയ പറയും. പക്ഷെ അതൊരിക്കലും അള്ളാഹ് ചെയ്യൂല. അത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാതിരിക്കല്ല, പക്ഷെ അത് അള്ളാഹിന്റെ നീതിയുടെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അവനെ വിചാരണ നടത്തി അവന്റെ എല്ലാ തിന്മകളും അവനെ ബോധ്യപ്പെടുത്തി അവൻ സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ അവകാശിയാണ്, നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക് പോകാൻ അവകാശിയാണ് എന്ന് അവനെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടേ അള്ളാഹു അവനെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും. അതിന്റെ ഭാഗമാണിതൊക്കെ. അവനെ തൂക്കും, അവന്റെ ഏടുകൾ തൂക്കും. ഇപ്പൊ ഏടുകൾ എന്ന് പറഞ്ഞാൽ അവന്റെ നന്മകൾ എഴുതിയപ്പെടുത്തിയ രേഖകൾ ഉണ്ടാവും. ആ രേഖകൾ മലക്കൾ അവിടെ ഹാജരാക്കും. അതുകൊണ്ടാണ് കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, നീ നിന്റെ കിതാബ് അവിടെ വായിച്ചു നോക്ക്. അപ്പൊ നമുക്ക് വായിക്കാൻ വേണ്ടി കയ്യിൽ കിട്ടും, വലത്തെ കയ്യിൽ കിട്ടും, പുറത്തു ഭാഗത്തു കൂടി കിട്ടും മനുഷ്യന്മാർക്ക്. അപ്പൊ ആ കിതാബും വായിച്ചു നോക്കുമ്പോൾ തന്നെ അവൻ അറിയേണ്ട കഥ കഴിഞ്ഞെന്ന്. എന്നാലും അള്ള വീണ്ടും അവനെ ബോധ്യപ്പെടുത്താണ്. മനസ്സിലായി? ആ കിതാബും തൂക്കിച്ച് അതാണ് അൽ മവാസിനുൽ ഖിസ്ത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ അല്ലെങ്കിൽ തഫ്സീറിൽ ഒരുപാട് ചില ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് പരലോകത്ത് വരുന്ന ഈ മീസാനുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ഹദീസുകളുണ്ട്. 2-3 പറയാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, പരലോകത്ത് മീസാനുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കും. ഞാൻ പറഞ്ഞു 2 കിഫത്ത, 2 ഭാഗമാണ് അതിനുണ്ടാകുക. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, 1 കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി റഹ്മാൻ സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനല്ലാഹി അലീം. നമ്മൾ കേട്ട ഹദീസായിരിക്കും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നാവിന് ഏറ്റവും ഭാരം കുറഞ്ഞതും എന്നാൽ മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്നതുമായ 2 വാക്കുകളുണ്ട്. 3 പ്രത്യേകതയാണ്. എന്താണ്? ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് ഏറ്റവും ഭാരം കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ പറയാൻ വളരെ എളുപ്പമുള്ള. സഖീലത്താനി ഫിൽ മീസാൻ, അള്ളാഹു മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്നതും. ഹബീബത്താനി റഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതുമായ 2 വാക്കുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ ഹദീസാണ് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ അവസാനം കൊണ്ടുവന്ന ഹദീസ്. ഈ സഹീഹ് ബുഖാരിയിൽ ഏറ്റവും അവസാനത്തെ ഹദീസാണ് ഇത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിച്ച ഹദീസാണ്. ഇതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നത്, ഇന്നല്ലാഹ അസ്സ വജൽ യസ്തഖ്ലിസു റജുലൻ മിൻ ഉമ്മത്തി അലാ റൂസിൽ ഖലായിഖ് യൗമിൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് എല്ലാ സൃഷ്ടികളുടെയും ഇടയിൽ വെച്ചുകൊണ്ട് അവന് പ്രത്യേകമായിക്കൊണ്ട് അള്ളാഹു വിളിക്കും. ഇസ്തഖ്ലിസു എന്ന് പറഞ്ഞാൽ അവനെ പ്രത്യേകമായിട്ട് വിളിക്കും. എന്നിട്ട് 99 ഏടുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിരത്തി വെക്കും.
എത്രണ്ണം? 99 ഏടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിൽ നിരത്തി വെക്കും. ഇങ്ങനെ നിരത്തി വെക്കും. കുല്ലു സിജില്ലിൻ മദ്ദുൽ ബസർ. ഓരോ ഏടുകളും അവന്റെ കണ്ണെത്ര ദൂരത്തിന് അത്ര വലുപ്പം ഉണ്ടാവും. കാരണം അവന്റെ കണ്ണ് ഇത്ര, അവന്റെ നോട്ടം എത്തുന്ന അത്രയും വലുപ്പത്തിലുള്ള ഏടുകളായിരിക്കും. അവന്റെ അമലുകളാണ്, തിന്മകളാണ്. ആ തിന്മകളുടെ ഏടുകൾ അത്രയും വലുപ്പമുള്ള തിന്മകൾ അവൻ ചെയ്തിട്ടുണ്ടായ തിന്മയുടെ ഏടുകൾ അവൻ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിരത്തി വെക്കും. സുമ്മ യഖൂലു, എന്നിട്ട് അല്ലാഹു ആ മനുഷ്യനോട് ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ഷൈഅൻ, ഈ ഏടുകൾ ഇപ്പൊ എന്റെ ഒരുപാട് തിന്മകൾ കാണുന്നുണ്ടല്ലോ, ദുനിയാവിൽ പ്രവർത്തിച്ച ഒരുപാട് തോന്നിയാസങ്ങൾ ഉണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇത് ചെയ്തിട്ടില്ല നിനക്ക് പറയാൻ പറ്റുമോ? പല പറയും ഇല്ല, ഇല്ല യാ റബ്ബ്, എനിക്കൊന്നും ഇതൊക്കെ ഞാൻ ചെയ്തു തന്നെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കും, ആ ളലമതുക കതബതി അൽ ഹാഫിളൂൻ, ഇത് എഴുതി വെച്ചത് എൻ്റെ ഹാഫിളുകളായിട്ടുള്ള അടിമകളാണ്, എന്ന് പറഞ്ഞ മലക്കുകളാണ്, ഹുഫാദുകളായ മലക്കുകളാണ്. ആ മലക്കുകൾ നിന്നോട് ളുൽമ് ചെയ്തു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇതൊക്കെ എഴുതി വെച്ചല്ലോ. അവര് പറയും ഇല്ല, അതുമല്ല, ഞാൻ ചെയ്തു തന്നെയാണ്, അവർ എഴുതി വെച്ചതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാൻ അല്ലാഹ് ചോദിക്കും, അഫലക ഉദുറുൻ, ഇനി ഈ തിന്മകളൊക്കെ ചെയ്യാൻ നിനക്ക് വല്ല ഉദുറുൻ, നിനക്ക് വല്ല ഇളവുകളും അള്ളാഹുവിന്റെ അടുക്കൽ ബോധിപ്പിക്കാനുണ്ടോ? ഔ ലക ഹസനത്തുൻ, അതല്ലെങ്കിൽ ഈ തിന്മകൾക്ക് പകരമായി വല്ല നന്മകളും നിന്റെ അടുക്കൽ രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ നിന്റെ അടുക്കൽ വെക്കാനുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കും. അപ്പൊ മനുഷ്യൻ പറയും, യഖൂൽ ലാ യാ റബ്ബി, അല്ലാഹു എനിക്കൊരു നന്മയില്ല, എനിക്കിതിന് പകരം ഒന്നും വെക്കാനില്ല. ഫയഖൂൽ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ബല, ശരിയാണ്, ഇന്നലക ഇൻദനാ ഹസനതൻ, എന്നാൽ നിനക്ക് ഒരു ഹസനത്ത് എൻ്റെ അടുക്കലുണ്ട്, ഒറ്റ നന്മ നീ ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുക്കലുണ്ട്. അത് ലാ ദുൽമൽ യൗമ അലൈക, അതുകൊണ്ട് തന്നെ ആ ഒരു നന്മ കൊണ്ട് ഇന്ന് നിനക്ക് നിന്റെ പേരിൽ നാം ഒരിക്കലും ദുൽമ പ്രവർത്തിക്കുകയില്ല. എന്നിട്ട് ഫയുഖ്രിജു ലഹു ബിതാഖതൻ, ഇതൊരു ചെറിയൊരു ബിതാഖാണ് തരം, കാർഡ്, ബിതാഖാണ് കാർഡ്. ഇപ്പൊ ഈ നന്മകളുടെ ഏടിനെ പറ്റി റസൂൽ പറഞ്ഞ എത്രയാണ്? 99 ഏടുകൾ. ആ 99 ഏടുകളും ഓരോ ഏടും എത്ര ഉണ്ട്? അവന്റെ കണ്ണെത്തുന്ന ദൂരം, അത്രയും വലിയ ഏടുകളാണ്. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. തൂളഉൽ മവാസിൻ യൗമൽ ഖിയാമ ഫയുതാ ബിർറജുൽ ഫയുദഉ ഫീ കഫത്തിൻ വയുദഉ മാ അഹ്സ അലൈഹി, അങ്ങനെ അവന്റെ തിന്മകളും എല്ലാഒരു ഭാഗത്ത് തൂക്കും, അവനും തൂക്കും, പക്ഷെ അവന്റെ ഭാരം കുറയും. ഫയുബഅതു ബിഹി ഇലന്നാർ, അപ്പോൾ അവനെ നരകത്തിലേക്ക് ആക്കാൻ വേണ്ടി കൽപ്പന കൊടുക്കും. അപ്പൊ ഫൈദ അദ്ബറ ബിഹി, അവനെ നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഫൈദ സാഹിഉ മിൻ ഇൻദി റഹ്മാൻ അസ്സ വജൽ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയും, ലാ തഅജലു, ഓനെ തിരക്ക് കൂട്ടരുത്, നരകത്ത് കൊണ്ടുപോകാൻ തിരക്ക് കൂട്ടരുത്. ഫഇന്നഹു ഖദ് ബഖിയ ലഹു ഫയുതാ ബിതാഖതൻ ഫിഹ, ഓനൊരു ബിതാഖി കൂടി തൂക്കാണ്ട്. ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാനിട്ടല്ല, പക്ഷെ ആ മനുഷ്യനെ ഇത് ബോധ്യപ്പെടുത്തണം അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ബിതാഖത്ത് കൊണ്ടുവരും, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ഉണ്ടാകുക. ഫതൂദഉ മഅ റജുലി ഫീ കിഫത്തിൻ ഹത്താ യമീല ബിൽ മീസാൻ, അങ്ങനെ ഈ മനുഷ്യനെയും ഈ ബിതാഖിനെയും കൂടി തൂക്കും. അങ്ങനെ ആ മനുഷ്യന്റെ ഭാഗം കനം തൂങ്ങുകയും അവൻ സ്വർഗത്തിലേക്ക് കടക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ആയത്തിന്റെ ഒരു ഖിയാമത്ത് നാളിന് വേണ്ടി നാം മീസാനിനെ സ്ഥാപിക്കുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മീസാൻ. ആ മീസാനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹ് എന്താ തുലാസ് ഏറ്റവും കുത്തിരിക്ക അവിടെ, അള്ളാഹ് നോക്കിക്ക, അള്ളാഹ്ക്ക് അറിയില്ലൊക്കെ അത് നോക്കി കണക്കാക്കിയിട്ടാണ് എന്നൊക്കെ ചോദിക്കണ, പൊട്ടപ്പോയത്തും ചോദിക്കണ ആൾക്കാരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നിന്റെയും ആവശ്യം അള്ളാഹ്ക്കില്ല, പക്ഷെ ഇതൊക്കെ അള്ളാഹ് സംവിധാനിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഇത്ര പോന്ന ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് മീസാനില്ല, സിറാത്തില്ല, മറ്റേതില്ല, ഇതൊന്നുമില്ല നമ്മൾ നിഷേധിക്കാൻ വേണ്ട. മീസാൻ ഉണ്ട് നല്ല ഖുർആനിൽ പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? മീസാൻ ഉണ്ട്. മാത്രമല്ല ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅൻ, ഒരു നഫ്സും ഫലാ തുദ്ലമു, ദുൽമ ചെയ്യപ്പെടുകയില്ല, നഫ്സുൻ, ഒരു നഫ്സും, അവൻ കാഫിറാണെങ്കിലും മുഅ്മിനാണെങ്കിലും. നഫ്സ് എന്നവിടെ ഉമ്മൂമാണ്.
അതായത് സത്യനിഷേധിയായ മനുഷ്യനോട് പോലും അവിടെ എന്തില്ല? ദുൽമുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹുവിന് ദിക്ർ ഈ ഇബ്ലീസിനോടടക്കം, ഇബ്ലീസിന് പോലും എന്തില്ല? അള്ളാഹു ദുൽമ ചെയ്യുന്നില്ല. ഓന്റെ കുറ്റത്തിന്റെ അത്രേ ഓനെന്തിയുള്ളൂ ശിക്ഷ കിട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസുണ്ട്. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ ധരിക്കുന്ന ഹദീസാണ്. അന റജുലൻ മിൻ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജലസ ബൈന യദൈഹി. ഒരു സഹാബി റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നിരിക്കാൻ. എന്നിട്ട് ആ സഹാബി പറഞ്ഞു, യാ റസൂല ഇന്നലി മംലൂക്കേനി, എനിക്ക് 2 അടിമകളുണ്ട് നബി. യക്ദിബൂനനി വയഖൂനുനി വയഅസൂനനി. അവരെന്റെ പേരിൽ കളവ് പറയുന്നുണ്ട്, അവരെന്നെ വഞ്ചിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നുണ്ട്. അപ്പൊ വദരിബും വസ്തുമുഹും. അപ്പൊ ഞാൻ ഒരടിക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്. എനിക്ക് 2 അടിമകളുണ്ട്. ആ 2 അടിമകളും ഞാൻ പറഞ്ഞ ചിലപ്പോൾ കേൾക്കലില്ല. അപ്പൊ ഞാൻ ഒരടിക്കും, ഞാൻ ചീത്ത പറയും. ഫകൈഫ അന മിൻഹും. അപ്പൊ ഞാനും അവരും പരലോകത്ത് എങ്ങനെയായിരിക്കും നബിയെ? ഇതാണ് സഹാബിന്റെ സംശയം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുഹ്സബു മാ ഖാനൂക വഅസൗക വകദ്ദബൂക വഇഖാബുക ഇയ്യാഹും. അപ്പോ അവർ നിന്നെ വഞ്ചിച്ചതും അതുപോലെ തന്നെ കളവാക്കിയതും അതേപോലെ തന്നെ അവർ നിന്നോട് അനുസരണക്കേട് കാണിച്ചതും നീ അവരെ അടിച്ചതും എല്ലാം ഹിസാബ് അല്ല നോക്കും. നീ അടിച്ചതിന്റെ ഹിസാബും അല്ല കണക്കാക്കും. അവർ നിന്നോട് അനുസരണക്കേട് കാണിച്ചതിന്റെ ഹിസാബ് എന്ത് ചെയ്യും? അല്ല കണക്കാക്കും. എന്നിട്ട് വൈൻഖാൻ പിന്നെ റസൂലുള്ളാഹി പറയാണ്, വൈൻഖാൻ ഇഖാബുക ഇയ്യാഹും ദൂന ദുനൂബിഹിം. ഇനി അവരുടെ ശിക്ഷ, അവർ നിന്നോട് ചെയ്ത അക്രമത്തെക്കാൾ കുറവാണ് നിന്റെ ശിക്ഷ എങ്കിൽ ദികച്ചിലാവും. അതായത് ഒരു നിന്നോട് ചെയ്ത ദുൽമുണ്ടല്ലോ, 2 അടിമകൾ. ആ 2 അടിമകൾ നിന്നോട് ചെയ്ത ദുൽമിന്റെ അത്ര ഇല്ല നീ അവരോട് ചെയ്ത അടി, നീ അവർക്ക് കൊടുത്ത അടി എങ്കിൽ കാന ഫദലല്ലക, അത് നിനക്ക് ഫദലായിരിക്കും. അതേ സമയത്ത് വൈൻകാന ഇഖാബുക ഇയ്യാഹും ബിഖദരി ദുനൂബിഹിം. ഇനി നിന്റെ ശിക്ഷയും അവിടെ ദുൽമും ബറാബറാണെങ്കിൽ കാന കഫാഫൻ ലക ലാ അലൈക. അത് അപ്പോഴും നിനക്കുന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇനി വൈൻകാന ഇഖാബുക ഇയ്യാഹും ഫൗഖ ദുനൂബിഹിം. ഇനി അവരുടെ തിന്മയേക്കാൾ കൂടുതലാണ് നിന്റെ ശിക്ഷയെങ്കിൽ ഉഖ്തുസലഹും മിൻക, നിന്നിൽ നിന്ന് അവർക്ക് ഖിസാസ് ഉണ്ടാവും. അനക്കവിടെ അവർക്കുള്ള ശിക്ഷ, അവരുടെ കാരണത്താൽ നീ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോ പിന്നെ മിൻകൽ ഫദ്ലുല്ലദി യബ്ഖാ ഖിബലക. നിന്റെ എങ്ങനെ ഖിസാസ് ഉണ്ടാകാം? നിന്റെ അടുക്കൽ വല്ല നന്മയുണ്ടെങ്കിൽ അത് ഓരിലേക്കാണ് പോയിട്ട് ആണ് ഖിസാസ് ഉണ്ടാകുക. ഫജഅല അർ-റജുലു യബ്കി ബൈന യദൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ ആ സഹാബി പൊട്ടിക്കരയാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് ആ സഹാബി കരയാണ്. കാരണം എന്താ വെച്ചാൽ ദുനിയാവിൽ ചെയ്തു പോയത്, താൻ അറിയാതെ ചെയ്തു പോയത് അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് ചെയ്തു പോയത്, ഒരു തിന്മ കൊണ്ട് നന്മകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ആ സഹാബിയോട് പറഞ്ഞു, മാലഹു. അപ്പൊ ഇയാളിങ്ങനെ പൊട്ടി കരഞ്ഞ് ഇയാൾ കരച്ചിൽ നിർത്തുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയോട്, മാലഹു അമാ യഖറഉ കിതാബല്ലാഹ്. ഇയാൾ എന്താണ് കരുതുന്നത്? അള്ളാന്റെ കിതാബുകൾ വായിച്ചിട്ടില്ല. എന്നിട്ട് ഈ ആയത്ത് റസൂൽ ഓതാണ്. എന്താണ് ആയത്ത്? വനദഉൽ മവാസിനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅൻ. പിന്നെന്താ അല്ലാഹു പറഞ്ഞത്? വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ. ഒരു അണുമണി തൂക്കമാണ് അവന്റെ അമലെങ്കിൽ, വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു ചെറിയ കടുകുമണിയോളമുള്ള നന്മയാണ് അല്ലെങ്കിൽ തിന്മയാണ് അവൻ ചെയ്തിട്ടുള്ളതെങ്കിലും അതൈനാ ബിഹാ, നാം അതവിടെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു ചെറിയ തിന്മയാണ്, ഒരു ചെറിയ നന്മയാണ്, അതൊരിക്കലും നമ്മൾ നിസ്സാരമാക്കി കളയാൻ പാടില്ല. അതൈനാ ബിഹാ, നാം അതവിടെ കൊണ്ടുവരും. വഖഫാ ബിനാ ഹാസിബീൻ, അവനെ വിചാരണ ചെയ്യാൻ നാം തന്നെ മതിയായവനാണ് എന്ന ആയത്ത് നീ കേട്ടിട്ടില്ലേ എന്ന് ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. അപ്പൊ ആ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അജിദു ഷൈഅൻ ഖൈറൻ മിൻ ഫിറാഖി ഹൗലായി.
നബി ഇനി ഈ ആളുകളൊപ്പം ജീവിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കണില്ല. കാരണം എനിക്ക് അഥവാ ഞാനിങ്ങനെ ഒരു അടി ഏറെ കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ നന്മ പോലെ. അതുകൊണ്ട് ഞാൻ ഉഷ്ഹിദുക്ക അന്നഹും അഹറാറും കൊല്ലുഹും, ഞാൻ താങ്കളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ അടിമകൾ മുഴുവനും സ്വതന്ത്രരാണ്, അവരെ ഞാൻ ചെയ്തിരിക്കുന്നു, മോചിപ്പിച്ചിരിക്കുന്നു എന്ന് ആ സഹാബി പറഞ്ഞു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ സഹാബത്തിൻ്റെ സൂക്ഷ്മതയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു നുൽമ പോലും അവിടെ ഉണ്ടാവില്ല. അപ്പം നന്മയാണെങ്കിൽ നന്മ ഉണ്ടാവും, തിന്മയാണെങ്കിൽ തിന്മ ഉണ്ടാവും. ഇനി വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, അതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു അണുമണി തൂക്കം, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തിന്മയായിരിക്കാം, പക്ഷെ അതും അള്ളാന്റെ ഏട്ടിൽ എന്തുണ്ടാവും? അതൈനാ ബിഹാ. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനോട് കൊടുക്കുന്ന വസിയത്തിലുണ്ടല്ലോ, വഇൻ തകുൻ മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമായി ഔ ഫിൽ അർദി യഅതി ബിഹാ അല്ലാഹ്. ഒരു ചെറിയ തിന്മയാണ്, ഒരു ചെറിയൊരു കാര്യമാണ്. അത് വാനലോകത്താണെങ്കിലും ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും ഭൂമിയുടെ ഏത് മൂലയിലാണെങ്കിലും നാം അത് പരലോകത്ത് എന്ത് ചെയ്യും? കൊണ്ടുവരും. അപ്പോൾ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം തിന്മകളെയും നന്മകളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്സാരമാക്കാൻ പാടില്ല. അത് എത്ര ചെറിയ തിന്മയാണെങ്കിലും എത്ര ചെറിയ നന്മയാണെങ്കിലും നിസ്സാരമാക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി പറഞ്ഞു, തുലാസ് 2 കിഫത്തുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തിന്മകൾ കനം തൂങ്ങുക എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ദൗർഭാഗ്യം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷെ എപ്പോഴാണ് ഒരു മനുഷ്യന്റെ തിന്മയുടെ ഏട് കനം തൂങ്ങുക? അയാളുടെ നന്മയേക്കാൾ കൂടുതൽ ഉണ്ടാകുമ്പോഴല്ലേ? അയാളുടെ നന്മയേക്കാൾ കൂടുതൽ തിന്മ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യാള് തിന്മയുടെ ഏട് കനം തൂങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വെച്ചാൽ, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഒരാൾ ഒരു നന്മ ചെയ്താൽ എത്രയാണ് കൂലി? എത്ര നന്മയാണത്? 10. അള്ളാന്റെ കാര്യം നോക്കണം. ശരിക്കും അള്ളാന്റെ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്തു, പക്ഷെ ആ ഒരു നന്മ അല്ല രേഖപ്പെടുത്തുന്ന എത്രയാണ്? 10. ഒരു തിന്മ ചെയ്തു, ആ അല്ല രേഖപ്പെടുത്തുന്ന തിന്മ എത്രയാണ്? 1. അല്ലേ? ഒരു നന്മ ചെയ്താൽ അല്ല 10 നന്മ രേഖപ്പെടുത്തും. ഒരു തിന്മ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അപ്പൊ ദുനിയാവിൽ ഒരു നന്മയും ഒരു തിന്മയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മീസാൻ എവിടെ കനം തൂങ്ങുക? എവിടെ കനം തൂങ്ങുക? നന്മയല്ലേ കനം തൂങ്ങുക? അല്ലേ? ഇനി നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഇനി ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് അയാളുടെ തിന്മ കനം തൂങ്ങുന്ന അവസ്ഥ ഉണ്ടാകുക? നന്മയുടെ എത്ര ഇരട്ടി വേണം? 10 ഇരട്ടി. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നന്മയുടെ ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടിയെങ്കിലും അയാൾ എന്ത് ചെയ്യണം? തിന്മയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നന്മയേക്കാൾ 10 ഇരട്ടി തിന്മയാണെങ്കിൽ അയാൾ നരകത്തിൽ തന്നെ അല്ലേ പോകണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലേ? ആ ജീവിതത്തിലെ 10 തിന്മ ചെയ്യുമ്പോൾ ഒരു നന്മ എന്ന് പറഞ്ഞാൽ ആ നന്മയായിട്ട് പരിഗണിക്കാൻ പോലും പറ്റൂല. അത് ഒരു 10 തിന്മ, ഒരു 10 നോണ അറിയണതിൻ്റെ അടുക്ക് സത്യം പറഞ്ഞാൽ അവൻ എന്താ വിളിക്കുക? അവൻ ഭയങ്കര സത്യവാനാ വിളിക്കുക? അല്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനങ്ങൾ അതൊക്കെ. അതിനാണ് മീസാൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു മനുഷ്യന്റെ നന്മയുടെ മഹത്തോടെ മനസ്സിലാവും. ഇതൊരു ഒന്നാമത്തെ കാര്യം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോ നമ്മുടെ ഈ അരിയും പഞ്ചസാരയൊക്കെ തൂക്കുമ്പോഴേ 1 കിലോ അരി വാങ്ങി, 1 കിലോ അരി വാങ്ങി തുലാസ് ഇങ്ങനെ നിൽക്കുന്ന സമയമുണ്ടല്ലോ, ബറാബർ അയക്കണേ അല്ലേ? അപ്പൊ ഇനി ഇതിക്ക് 1 മണി അരിയും കൂടി ഇട്ടാൽ ഇങ്ങോട്ട് പോകും. 1 മണി അരി തീർത്താൽ ഇങ്ങോട്ട് പോകും. ശരിക്കും നിങ്ങൾ ചിന്തിച്ചു, ഇങ്ങനെ അതായത് നമ്മുടെ നന്മകളും തിന്മകളും ഇങ്ങനെ ബറാബറായി നിൽക്കുന്ന അവസ്ഥയാണ് പരലോകത്തെങ്കിൽ ചിന്തിച്ചു നോക്കിയാണ്. അതായത് നമ്മുടെ മീസാനിൽ അള്ളാഹ് ഇങ്ങനെ തൂക്കാണ് നമ്മുടെ നന്മയും തിന്മയും.
അപ്പൊ നന്മയും തിന്മ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴാണ് പഠിച്ചവന് ഒരു സുബ്ഹാനല്ലാഹ് ഞാൻ ഏറെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുക അല്ലേ. അതായത് ഒരു സുബ്ഹാനല്ലാഹ് അയാൾ ഏറെ പറഞ്ഞാൽ എവിടെ തൂങ്ങും? ഇവിടെ തൂങ്ങും. അതല്ലെങ്കിൽ ഒരു തിന്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്നപ്പോഴാണ് ചിന്തിക്കുക. ഒരു തിന്മ ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ തൂങ്ങുക, നന്മ തൂങ്ങുക അല്ലേ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മയിൽ നിന്ന് നിങ്ങൾ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? നിസ്സാരമാക്കാൻ പാടില്ല. ഒരു നന്മയും നിസ്സാരമാക്കാൻ പാടില്ല. ഹത്താ ലൗ തൽഖ അഹാക ബിവജ്ഹിൻ തൽഖിൻ, നിന്റെ സഹോദരൻ നീ ഒരു പുഞ്ചിരിയോടുകൂടി കണ്ടുമുട്ടുന്നത് പോലും ചിലപ്പോൾ ആ ചിരിയോണ്ടൊക്കെ നിനക്ക് സ്വർഗം കിട്ടുക. മനസ്സിലായില്ലേ? ചിലപ്പോൾ നിനക്ക് സ്വർഗം കിട്ടാൻ കാരണമാവുന്ന എന്തായിരിക്കാം? ആ ഒരു പുഞ്ചിരിയായിരിക്കാം. അവനത് കാണുമ്പോൾ ചിരിച്ചു, അപ്പൊ പുഞ്ചിരി നന്മയാണ്. അതുപോലെ തന്നെ ഒരു തിന്മ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ. പഠിച്ചവൻ ആ തിന്മ ഉണ്ടാകൊണ്ടാണല്ലോ ബറാബറായത്. ഇനി ഇങ്ങനെ ബറാബറായി നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരാണ് ആറാഫിന്റെ ആൾക്കാർ. സുഹൃത്തുണ്ടല്ലോ, സുഹൃത്തുൽ ആറാഫ് കേട്ടിട്ടില്ലേ? അതെ. പിന്നെ ഫിൽ ആറാഫി റിജാലുൻ, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകാതെ പിന്നെ സ്വർഗവാസികളെയും നരകവാസികളെയും കണ്ടുകൊണ്ട് നിൽക്കുന്ന വല്ലാത്തൊരവസ്ഥ. സൂറത്ത് ആറാഫ് വായിച്ചാൽ മനസ്സിലാവും. ഇത് ഇങ്ങനത്തെ ആൾക്കാരാണ്. ശരിക്കും ആലോചിച്ച് ജീവിതത്തിൽ അപ്പോഴായിരിക്കും ഒരു ചെറിയ നന്മയുടെ ഒരു സുബ്ഹാനല്ലാഹ് ആരെ പറഞ്ഞാൽ മതി, ഒരു അൽഹംദുലില്ലാഹ് ആരെ പറഞ്ഞാൽ മതിയാവും. പക്ഷെ അത് പറയാനുള്ള തൗഫീഖൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഒരു തിന്മ അവനത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു, പക്ഷെ അവനെ തിന്മ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതാണ് ശരിക്കും മീസാൻ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അതാണ് നമ്മൾ പഴമൊക്കെ തൂക്കുമ്പോൾ അല്ലെ അരിയെ തൂക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൽ ഒരു പഴം എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് താവും, ഒരു പഴം ഇട്ടാൽ അങ്ങോട്ട് താവും. അതുപോലെ നമ്മുടെ ഒരു നന്മ ഒരു സുബ്ഹാനല്ലാഹ് ഇങ്ങോട്ട് ഇട്ടുണ്ടെങ്കിൽ സ്വർഗത്ത് പോകാം, ഒരു സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ ഒരു തിന്മ എടുത്താൽ സ്വർഗത്ത് പോകാം. ആറാഫിലിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചാൽ അവർ സ്വർഗത്തിലേക്ക് കടക്കുന്നല്ല, വഹും യത്മഊൻ, സ്വർഗത്ത് കടക്കണമെന്നവർക്ക് ഭയങ്കരമായ പൂതിയുണ്ട്, പക്ഷേ സ്വർഗത്ത് കടക്കൂല. നരകം കാണുമ്പോൾ അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പഠിച്ചവനെ നരകത്തേക്ക് എങ്ങനെയിട്ടല്ലേ, ഇത് രണ്ടിനും നടുക്കാണ് നിൽക്കുന്നത്. അപ്പൊ അത് വല്ലാത്തൊരു പരീക്ഷണമാണ്. അഥവാ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും നടുക്ക് നിൽക്കുന്ന ആ രംഗം അത് വല്ലാത്തൊരു പരീക്ഷണമാണ്. അപ്പൊ നന്മകളിൽ നിന്ന് ഒന്നും നമ്മൾ നിസ്സാരമാക്കാൻ പാടില്ല, തിന്മകളിൽ നിന്നും നമ്മളൊന്നും നിസ്സാരമാക്കാം. വഖഫാ ബിനാ ഹാസിബിൻ, അവർ വിചാരണ ചെയ്യാൻ നാം മതിയായവനാണ്. അള്ളാഹ്ക്ക് വിചാരണ ചെയ്യാൻ. ഇപ്പൊ നമുക്ക് പിന്നെ ദുനിയാവിൽ വിചാരണ ചെയ്യണമെങ്കിൽ അവിടെ പിന്നെ വക്കീലന്മാർ വേണം, കേസ് വാദിക്ക വക്കീലന്മാർ വേണം, ആ പിന്നെ എന്താ പറയാ, ഈ സാക്ഷി പറയുന്നത് കളവാണെന്ന് അറിയില്ല, ഈ പ്രതി പറയുന്നത് കളവാണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയാണ് നമ്മളെ നാട്ടിലെ കോടതി. നമ്മുടെ നാട്ടിലെ കോടതി നീതി കിട്ടാനുണ്ടോ? ഒരാളെ പിടിച്ച് ജയിലിൽ കിട്ടാൽ 25 കൊല്ലം കഴിഞ്ഞ് അവൻ്റെ കേസ് കഴിഞ്ഞ് കേസിൽ എന്താ വിധി വരിക? അവൻ നിരപരാധിയാണ്. 25 കൊല്ലം ജയിലിൽ കിടന്നതോ? അതിനൊന്നുമില്ല. അതിനെന്താ പറയാ, ഇപ്പൊ ഈ വാഗമൺ കേസിൽ നിങ്ങൾ കണ്ടില്ലേ, 4 നൂറ്റാണ്ട് കാലത്തോളം പോലെ ജയിലിലായിരുന്നു. അവിടെ അവസാനം സുപ്രീം കോടതി വിധിച്ചെന്താണ്? നിരപരാധികളാണ്. 25 കൊല്ലം ജയിലില്. എന്താ ദുനിയാവിന്റെ അവസ്ഥ? അത് അള്ളാന്റെ അടുക്കൽ ആ കോടതിയിൽ ഉണ്ടാവില്ല. അതാണ് വഖഫാ ബിനാ ഹാസിബിൻ, അവരെ വിചാരണ ചെയ്യാൻ നാം മതിയായവനാകുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അള്ളാഹുവിന്റെ കോടതിയിൽ ഒരിക്കലും അനീതി സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അപ്പൊ ഇത് ആയത്ത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കുക. ഏതൊരു നന്മയാണെങ്കിലും എത്ര ചെറിയ തിന്മയാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ ദുൽമ ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫിർഔനാണെങ്കിലും എത്ര വലിയ സത്യനിഷേധിയാണെങ്കിൽ പോലും അവൻ ചെയ്ത തിന്മയുടെ കണക്കനുസരിച്ച് കൊണ്ട് മാത്രമേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ, അവനെ ശിക്ഷിക്കുള്ളൂ. ഇബ്ലീസിനും വിചാരണ ഉണ്ടാവും, ഹിസാബുണ്ടാവും. ആർക്ക്? ഇബ്ലീസിനുണ്ടാവും, അതുപോലെ തന്നെ ഫിറഔനുണ്ടാവും, ഹാമാനുണ്ടാവും, ഖാറൂനുണ്ടാവും, എല്ലാവർക്കും ഹിസാബുണ്ടൊക്കെ ഉണ്ടാവും. അതിനുശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുക. അതേപോലെ തന്നെ വമിൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, ഒരു ചെറിയ കടുകുമണി തൂക്കമുള്ള പ്രവർത്തനമാണെങ്കിൽ പോലും നാം അത് പരലോകത്ത് കൊണ്ടുവരും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു നിസ്സാരമായ കാര്യമായിരിക്കും. വിശ്വാസം പറയുന്നത് കപടവിശ്വാസി
ഒരു കാഫറായ മനുഷ്യൻ, ഒരു കപടവിശ്വാസിയായ മനുഷ്യൻ ഒരു തിന്മയെ കാണുന്ന എങ്ങനെ വെച്ചാൽ അവൻ്റെ മൂക്കിൻ്റെ അടിയിൽ കൂടെ ഒരു ഈച്ചണ് പറയും. മൂക്കിനോട് കൂടി ഈച്ച പറയാൻ എന്താ? ഈച്ചണ് പറയും. ഇത്ര. അതേസമയത്ത് ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരു തിന്മയെ കാണുന്ന വിശ്വാസം പറഞ്ഞു ഒരു വലിയ പാറക്കല്ല് അവൻ്റെ തലക്ക് മുകളിൽ വന്ന് നിൽക്കുന്ന പോലെയാണ്. എപ്പോഴും അവൻ്റെ തലയ്ക്ക് വെക്കും. ഇന്ന് പേടിയൊന്നുണ്ടാവും. അവൻ എന്ത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും പടച്ചവനെ പാറക്കല്ലിന് തൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടല്ലോ എന്ന ഭയമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകുക. അതേസമയത്ത് കപട വിശ്വാസിയാണെങ്കിലോ അവനെ മുന്നിൽ കൂടെ ഈച്ചയോട് പറയും മുകളിലുണ്ടാവും. അവൻ അറിയും. അങ്ങനെ ഉണ്ടാക്കും കഴിഞ്ഞ ഖലാസ്. അപ്പം ഇതാണ് വിശ്വാസികളായ ആളുകളും കാഫിർ മുനാഫിക്കുകളായ ആളുകളും തമ്മിൽ പിന്നെയുള്ള വ്യത്യാസം. അതുകൊണ്ട് പ്രവാചകൻ നിങ്ങൾ തിന്മയിൽ നിന്നൊന്നും ചെറുതായി കാണരുത്, നന്മയിൽ നിന്നും ചെറിയായി കാണരുത്. ഒരിക്കലും സംസാരിച്ചും യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നബിസല്ലാസും പറഞ്ഞു എല്ലാവരോടും ഒരു വിറകിൻ്റെ കൊള്ളി കൊണ്ടുവരാൻ പറഞ്ഞു. സഹാബത്തിനോടൊക്കെ തീ കത്തിക്കാൻ എല്ലാവരും ഒറ്റ കൊള്ളി. അപ്പം എല്ലാവരും ഓരോ കൊള്ളി ഉണ്ടെന്ന്. അപ്പോൾ ഓരോ കൊള്ളി കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂട്ടി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ കൂട്ടി വെച്ച് എന്നിട്ട് പ്രവാചക സഹസം പറഞ്ഞു ഇതുപോലെയാണ് ചെറിയ തിന്മകൾ. നബി ഒരു പ്രാക്ടിക്കൽ സെഷൻക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നബി നല്ല അധ്യാപകനാണ്. അതായത് നിങ്ങൾ കൊണ്ടുവന്നത് ഒരു കൊള്ളിയുള്ളൂ, പക്ഷെ എല്ലാം കൂടി കൂട്ടി വെച്ചപ്പോൾ ധാരാളമായി. അതുപോലെ ഒരു ദിവസം ഒരു നന്മ ചെയ്താൽ ഒരു കൊല്ലം എത്ര തിന്മയായി? അല്ല, ഒരു ദിവസം ഒരു തിന്മ ചെയ്താൽ ഒരു കൊല്ലം കൂടുമ്പോൾ എത്ര തിന്മയായി? 360. മനസ്സിലായില്ലേ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം നന്മകളും തിന്മകളും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിൽ നിന്നൊന്നും നിസ്സാരമായി തള്ളാൻ പാടില്ല. അതിന് എത്ര ചെറിയ തിന്മയാണെങ്കിലും എത്ര വലിയ തിന്മയാണെങ്കിലും എത്ര ചെറിയ നന്മയാണെങ്കിലും എത്ര വലിയ നന്മയാണെങ്കിലും അതാണ് അത്തൈന ബിഹ, നാം അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. പടച്ചോൻ്റെ ഏടിൽ നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ടാണ് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി രേഖപ്പെടുത്തി. കാരണം മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ഷീണമല്ല, വെള്ളം വേണ്ട, അതുപോലെ തന്നെ ഉറങ്ങണ അവസ്ഥയല്ല. കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫ്അൽ, നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാൽ അതൊക്കെ അവിടെ എഴുതിക്കാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓനെ സ്വാധീനിക്കാൻ കഴിയോ? മലക്കെ ചെയ്തല്ലോ കേട്ടോ, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ പോവുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾക്ക് ഒരിക്കലും സ്വാധീനിക്കാൻ കഴിയാത്ത ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിയോഗിച്ചത്. മാത്രമല്ല കിറാമൻ കാത്തിബ്, മാന്യന്മാരായ എത്തുകാർ, ഒരിക്കലും അവർ കൃത്രിമം കാണിക്കൂല. അള്ളാഹ് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യം അള്ളാഹ് പോലെ എഴുതി വെക്കൂല, നമ്മൾ പറയാത്തൊരു കാര്യം പോലെ എഴുതി വെക്കൂല. അതാണ് ആ മലക്കുകളുടെ പ്രത്യേകത. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹ് കൊണ്ടുവരും. അതാണ് വഖഫാ ബിനാ ഹാസിബിൻ, അവന് വിചാരണ ചെയ്യാൻ നാം തന്നെ മതിയായവനാണ്. അപ്പം പടച്ചോൻ്റെ വിചാരണ നമ്മുടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിചാരണ മനുഷ്യന്മാരുടെ വിചാരണ പോലല്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നമുക്കൊക്കെ ചിലപ്പോൾ ചിലർക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ തന്നെ പേടിക്കാറ്, കോടതിയിൽ പോകുമ്പോൾ തന്നെ പേടിക്കാറ് അല്ലേ? കോടതി പോലീസ് സ്റ്റേഷനിൽ കേൾക്കുമ്പോഴത്തേനും ആൾക്കാർക്ക് പേടിയാണ്. കാരണം എന്താ, അവിടെ വിചാരണ ഉണ്ടാവും. അള്ളാഹിൻ്റെ കോടതി അതിനേക്കാൾ വലിയ അപകടം പിടിച്ചതാണ്. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള ഇൻഷാഅല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും അള്ളാഹു സംഭവിച്ചിട്ടുള്ള മുഴുവൻ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും നന്മകളിൽ മുന്നേറുവാനും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു വന്നവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകുമാറാവട്ടെ. അവരെ നമ്മീ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഇൻഷാ അല്ലാഹ് അത് കുറച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതായതുകൊണ്ടാണ് ഒരായത്തെടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് അതിൻ്റെ പകരം കിട്ടാം ഇൻഷാ അല്ലാഹ്.